ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ റിപ്പബ്ലിക് ഡേ എല്ലാം കഴിഞ്ഞ് ഒരു 3 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം മാർക്കറ്റ് വീട്ടിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. അപ്പോൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവ് ടു ന്യൂട്രൽ എന്ന രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ എന്താ അവസ്ഥ എന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യാണ്. ലൈക്ക് 74 പോയിന്റ്സിൻ്റെ അപ്സൈഡ് ആണ്. മേ ബി നമുക്കൊരു 42-60 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നിഫ്റ്റിയിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ്സ് ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാ മാർക്കറ്റ്സും പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ഏഷ്യൻ മാർക്കറ്റ്സിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നും നിലവിലില്ല. മറിച്ച് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ആ ഒരു ബ്രേക്ക് ഡൗണിന് ശേഷം ഒരു ദിവസം ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഡേ ചാർട്ട് നമ്മളൊന്ന് ഇട്ട് നോക്കാം. നിഫ്റ്റിയുടെ ഡേ ചാർട്ട് ഇട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം പ്രോപ്പർലി മാർക്കറ്റിൽ ഒരു ബേറിഷ് സെന്റിമെന്റ്സ് നമുക്കിവിടെ ഉള്ളതായിട്ട് നമുക്കിവിടെ അറിയാം അല്ലേ. ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സോണിൽ നിന്നും വീണ്ടും സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, കൺസേണിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വോളറ്റിലിറ്റി അല്പം കൂടുതലാവാനും സാധ്യതയുണ്ട്. അപ്പം ബഡ്ജറ്റ് കഴിയുന്നവരേക്കും ഏകദേശം നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടൊക്കെ ഇരിക്കണം. മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് കെയർഫുൾ ആയിരിക്കണം. പക്ഷേ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ചാർട്ട് എടുത്ത് കാണിക്കുക നിഫ്റ്റിയിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഓവറോൾ പിക്ചർ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഈ 2590 അല്ലെങ്കിൽ 25,900 ഈ റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ തുടങ്ങിയത്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു സെല്ലിംഗ് പ്രഷർ, ഈ ഒരു വലിയ ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ക്യാൻഡിൽ നിന്ന് മാർക്കറ്റ് പിന്നെ റിട്ടേൺ ഉണ്ടായിട്ടില്ല. ഈ ഒരു ക്യാൻഡിൽ നിന്ന് ഈ സോണിൽ നിന്നാണ് മാർക്കറ്റ് വീണ്ടും ലോവർ ലോ ഉണ്ടാക്കി തിരിച്ച് എത്തിയത്. അപ്പോൾ നമ്മൾ അന്നും പറഞ്ഞിരുന്നു കുറച്ച് ദിവസം മുന്നേ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ നല്ല ട്രേഡബിൾ ആയിട്ടുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ ഉണ്ടാവും. സ്വിംഗ് ട്രേഡ്സ് ഒക്കെ നല്ല പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൈസ് ആക്ഷൻ കാരണം നമുക്കറിയാം സ്വിംഗ് ട്രേഡ്സ് എടുക്കുന്ന ഒരുപാട് ആളുകൾക്ക് ലോസ് വന്നിട്ടുണ്ട്. ലൈക്ക് അതൊരു പാർട്ട് ഓഫ് ദി ഗെയിം ആണ്. നമുക്കറിയാം ഈ ഒരു ഇങ്ങനത്തെ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് നിലനിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്വിംഗ് ട്രേഡ്സ് ആയാലും അതൊരു സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ എല്ലാവരും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പം ഈ ഒരു 15 മിനിറ്റ് ചാർട്ടിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ലോ ആണ്. ഓക്കെ, 25,000 എന്ന് പറയുന്ന ഈ ലോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് പോകും. അപ്പോൾ അടുത്തുള്ള എന്താ പറയുക ഈ ഒരു ലിക്വിഡിറ്റി ഏരിയാസിലേക്ക് 24,585 എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി ഏരിയാസിലേക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ മുകളിലുള്ള 24,824 അല്ലെങ്കിൽ 850 എന്നുള്ള സോൺസ് ഇതെല്ലാം വാലിഡ് ആയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം സെല്ലിംഗ് പ്രഷർ നേടുവാണെങ്കിൽ 2 ബ്ലൂ ലൈൻസ് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു മേഖലകളിലേക്ക് മാർക്കറ്റ് പോകാം. മറിച്ച് കഴിഞ്ഞ ദിവസത്തെ ഈ ലോ 25,000 എന്ന് പറഞ്ഞാൽ ഈ ലോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തിനി ഇങ്ങനത്തെ ഈ ഒരു സോൺസിലേക്ക് ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്താ പറയുക, ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ തന്നെ ഒരു റീടെസ്റ്റും കൂടെ വേണം. അല്ലാതെ നമുക്കിപ്പം സ്ലൈഡ്ലി ഒരു ചെറിയ പുൾ ബാക്ക് കൊണ്ട് മാത്രം മാർക്കറ്റ് അപ്സൈഡ് പോയി എന്ന് പറയാൻ കഴിയത്തില്ല. ടോട്ടലി ഒരു ഓവറോൾ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയാൽ നമുക്ക് പറയാം ഓക്കെ മാർക്കറ്റിൽ നമുക്ക് ഇനി ഒരു പ്രതീക്ഷയുണ്ട്. സോ എന്തായാലും 25,877 ഈ ഒരു റേഞ്ച് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്താൽ 25,880 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഓക്കെ നമുക്ക് പറയാം സ്ട്രക്ചറലി മാർക്കറ്റിൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ്നെസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അല്ലാത്ത പക്ഷം മൈനർ ആയിട്ടുള്ള പുൾ ബാക്സ് ആയിരിക്കാം. സോ അതുകൊണ്ടിട്ട് വലിയ പൊസിഷൻസ് ഒന്നും എടുക്കാതിരിക്കുക. അപ്പം ഈ ഒരു 25,900 to 800 സോൺ ബ്രേക്ക് ആവുന്നവരേക്കും കുറച്ചൊക്കെ കൺട്രോൾഡ് പൊസിഷൻസ് എടുക്കുക, കുറച്ച് എക്സ്പോഷർ ഒക്കെ കുറച്ച് വെക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇടയിൽ ഇൻട്രാഡേ ലെവൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ഏരിയ 25,365 മേ ബി ഒരു സെല്ലിംഗ് പ്രഷർ നേരിടാം. അപ്പോൾ ഈ ഒരു റേഞ്ചിലോട്ടൊക്കെ ഇൻട്രാഡേ ലെവൽസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, 25,177 അല്ലെങ്കിൽ 25,370 ഇതൊക്കെയാണ് നമുക്ക് ഇൻട്രാഡേ ലെവൽസ് വാച്ച് ചെയ്യേണ്ടത്. അപ്പം നിഫ്റ്റിയുടെ ഒരു അവസ്ഥ ഞാൻ നിഫ്റ്റിയിലെ കൂടുതൽ എക്സ്പ്ലനേഷനിൽ പോകാത്തത് മാർക്കറ്റ് വരട്ടെ. കാര്യം മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ നേടുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ ലെവൽസ് കിടന്ന് ഡിസ്കസ് ചെയ്തിട്ടും കാര്യമില്ല. ജസ്റ്റ് മാർക്കറ്റ് ലെവൽസിലേക്ക് എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് മാത്രം വിലയിരുത്തുക. അപ്പം മാർക്കറ്റിനെ ഒന്ന് റീബൗണ്ട് ചെയ്യാനായിട്ടുള്ള പോസിറ്റീവ് ന്യൂസസ് ഒക്കെ അത്യാവശ്യം എല്ലാ കമ്പനികളിലും ഉണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഏഷ്യൻ പെയിൻസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ആദിത്യ വിഷൻ, വികാജി ഫുഡ്സ് ആൻഡ് ഇന്റർനാഷണൽ, CG പവർ, വോഡാഫോൺ ഐഡിയ, ഇന്റർനാഷണൽ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, മാരിക്കോ, മോട്ടിലാൽ, നെസ്കോ, റേമൻ, സ്പന്ദന, വിശാൽ മെഗാമാർട്ട്, VMM, വർക്ക് അങ്ങനെ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. സോ എല്ലാവരും ഈ സ്റ്റോക്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിട്ട് ഹോൾഡ് ചെയ്യുക.
പിന്നെ ആക്സിസ് ബാങ്കിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകംസിനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ പ്രോഫിറ്റ് ആൻഡ് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ് ക്ലൈം ചെയ്തിട്ടുണ്ട്. ഗ്രോസ് എൻ പി എ ഫോൾ ചെയ്തതായിട്ട് കൊട്ടക് മഹീന്ദ്രയിൽ ന്യൂസ് ഉണ്ട്. അൾട്രാടെക് സിമെന്റിന്റെ പ്രോഫിറ്റും റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. JSW എനർജിക്കും പ്രോഫിറ്റും റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ശ്യാം മെറ്റാലിക്സിന് പ്രോഫിറ്റ് റൈസസും റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ഗാന്ധി ഓയിൽ റിഫൈനറി ഒരുപാട് സ്റ്റോക്സിന് നല്ല നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട്. മാർക്കറ്റ് മോശമായത് കൊണ്ടാണ് അത് റിഫ്ലക്റ്റ് ആയി വരാത്തത്. ഗ്രാനുൾസ് ഇന്ത്യക്ക് പ്രോഫിറ്റും റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. അബൻ കമ്പനിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് സിങ്ക് ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. ആൻഡ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ DCB ബാങ്ക് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അപ്സൈഡ് ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുണ്ട്. പിന്നെ HCL ടെക്നോളജീസിന്റെ ഒരു അക്വിസിഷൻ ന്യൂസ് വരുന്നുണ്ട്. അത് അവര് ഫിനർജിക് സൊല്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബോട്ടിക് വെൽത്ത് കൺസൾട്ടിംഗ് ഫേമാണ്. അവർ സിംഗപ്പൂരിലുള്ള $19 മില്യൺ മൂല്യമുള്ള കമ്പനിയാണ്. അപ്പോൾ അവര് ഫുള്ളി അക്വയർ ചെയ്യാനുള്ള ഒരു ശ്രമം HCL ടെക്നോളജീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസിഷൻ മോസ്റ്റ്ലി 2026 ഏപ്രിൽ 30 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പിന്നെയുള്ള ന്യൂസ് എന്ന് പറഞ്ഞത് പൈൻ ലാബ് ആണ്. ബയോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലെ ഒരു ലീഡിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നടത്താനായിട്ട് പോകുന്നുണ്ട് പൈൻ ലാബ്സ്. പിന്നെ ജയ്സ്വാൾ നിക്കോ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നടത്തിയിട്ടുണ്ട് അറ്റ് ഡാവോസ് 2026 വിത്ത് ഗവൺമെന്റ് ഓഫ് മഹാരാഷ്ട്രയായിട്ട് ബന്ധപ്പെട്ടാണ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരുപാട് ന്യൂസസ് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആണ്. പിന്നെ ഹിന്ദുസ്ഥാൻ ഓയിൽ ഇൻഫ്ലേഷൻ കമ്പനി ആണെങ്കിൽ ജഗദീപ് നാരായൺ സിംഗിനെ അഡീഷണൽ ഡയറക്ടർ ആൻഡ് ചെയർമാൻ ഓഫ് ദ കമ്പനിയായിട്ട് നിയമിച്ചിട്ടുണ്ട്. 2026 ജനുവരി 23 തൊട്ടാണ് നിയമനം നടപ്പായിട്ടുള്ളത്. ഓക്കെ, അപ്പം ന്യൂസസ് അത്യാവശ്യം അവൈലബിൾ ആണ്. അപ്പം നമുക്ക് കൂടുതൽ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയി എന്ന് ഉറപ്പുവരുത്താം. അല്ലാത്ത പക്ഷം നമ്മൾ ചുമ്മാ സ്റ്റോക്സ് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ. നമ്മൾ കുറേ ദിവസമായിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നമ്മുടെ ട്രേഡിംഗ് ചാൻസസ് വളരെ കുറവാണ്. സോ എന്നിരുന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം ഞാൻ നോക്കുന്ന ഒരു കമ്പനി ആയിരുന്നു ഇക്സിഗോ എന്ന് പറയുന്ന കമ്പനി. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇക്സിഗോയിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ല, ഇപ്പോൾ മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ്, അതായത് ഹൈയിൽ നിന്ന് ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു റീട്രേസ്മെന്റ് ആണ്. എക്സിക്യൂ അടക്കമുള്ള സ്റ്റോക്കുകളിൽ ഞാൻ റീട്രേസ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മാർക്കറ്റിന്റെ ഒരു സെല്ലിംഗ് പ്രഷർ കാരണം കൂടുതൽ ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ എക്സിക്യൂ അടക്കം എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്ന ക്യാൻഡിൽ അല്പം സെല്ലിംഗ് പ്രഷർ കൂടുതലാണ്. ബട്ട് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത ശേഷം മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങിന്റെ ഒരു ഗതി നോക്കിയിട്ട് എക്സിക്യൂയിലൊക്കെ ഒരു എൻട്രി നോക്കാന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കെയർഫുള്ളായി ട്രേഡ് ചെയ്യുക. ഗുഡ് മോർണിംഗ്.